ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഫേഷ്യലിൻ്റെ വീഡിയോ ആണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയാണ്. കാരണം ഇത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് അത്രയും നല്ല അടിപൊളി റിസൾട്ടായിരുന്നു. ശരിക്കും നമ്മളെ സ്വർണം പോലെ മുഖം തിളങ്ങുക എന്ന് പറയൂലേ, അങ്ങനെ ഒരു തിളക്കം നമ്മളെ മുഖത്തിനുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ്. ഒരു ക്യാരറ്റ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചെറുകിയെടുക്കുക. അല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പീസസായി കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വെള്ളമില്ലാണ്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ ചെറുകിയെടുത്തത് കൊണ്ട് തന്നെ എനിക്കിത് കൈ കൊണ്ട് പിഴുമ്പം തന്നെ നന്നായിട്ട് ആ ക്യാരറ്റിൻ്റെ ജ്യൂസ് കിട്ടും. നിങ്ങൾ ജ്യൂസ് മെഷീനിലിട്ട് അടിക്കുന്നതാണെങ്കിൽ ഒരിക്കലും വെള്ളം ചേർത്തടിക്കരുത്. നമുക്ക് ക്യാരറ്റിൻ്റെ നീരാണ് വേണ്ടത്. അപ്പോൾ ഈ ക്യാരറ്റ് നീര് ഞാനിതാ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ജ്യൂസ് എടുക്കുക. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പാലും എടുക്കുക. അതിനുശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിന് മുന്നേ ആദ്യം ഒന്ന് മുഖം കഴുകി തുടച്ചെടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് മുഖത്തേക്ക് മസാജ് ചെയ്യുക കേട്ടോ. 2 മിനിറ്റ് മുഖത്ത് മസാജ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയോ ഉപയോഗിച്ച് മുഖം ഒന്ന് തുടച്ച് കളയുക. കഴുകി കളയരുത് കേട്ടോ. മുഖം ഒന്ന് തുടച്ച് കളയുക മാത്രം ചെയ്യുക. പിന്നെ 2 മിനിറ്റ് മസാജ് കൊടുക്കൽ നിർബന്ധമാണ്. ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മുഖത്ത് നല്ല മസാജ് കൊടുക്കലാണ്. ഇനി അടുത്ത നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ജ്യൂസ് എടുക്കുക. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അലോവേര ജെല്ലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിൽ, അതായത് ബദാം ഓയിൽ എന്ന് പറയും. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സൂട്ടാകുന്ന ഒരു ഓയിൽ എന്ന് പറയുന്നത് ബദാം ഓയിലാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഈ മുഖക്കുരുള്ളവർക്ക് ചില ഓയിൽ സൂട്ടാവില്ല. പക്ഷേ ഈ ബദാം ഓയിൽ തേച്ചാൽ അങ്ങനെ മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ സ്വതവേ വരാറില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ബദാം ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി വെച്ചാൽ അത് നിങ്ങളുടെ ഫേസിന് നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സിങ് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ അലോവേര ജെല്ലും ഓയിലും കൂടി മിക്സ് ആവാൻ കുറച്ച് പണിയുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ജ്യൂസിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തത് നമ്മളെ മുഖത്തേക്ക് മസാജിങ് ആണ് ചെയ്യേണ്ടത്. ഒരു 2 മിനിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 മിനിറ്റ് ഇതും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ്, സെക്കൻഡ് സ്റ്റെപ്പ് മസാജിങ്. ഇതൊരു മസാജിങ് ക്രീമാണ് കേട്ടോ. ഇതും ഇതേപോലെ തന്നെ ഒരു 2 മിനിറ്റ് മസാജ് കൊടുക്കുക. നിങ്ങൾ മിനിമമാണ് ഞാൻ ഈ 2 മിനിറ്റ് പറയുന്നത്. നിങ്ങൾക്ക് മാക്സിമം ഒരു 5 മിനിറ്റ് വരെയെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക. ഗുണേ ചെയ്യും. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടച്ചെടുക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ കഴുകിക്കളയാൻ പാടില്ല. ഈ കംപ്ലീറ്റ് സ്റ്റെപ്പും കഴിയുന്നത് വരെ നമ്മുടെ മുഖത്തേക്ക് നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മസാജിങ്ങും അതുപോലെ തന്നെ ക്ലെൻസിങ്ങും കഴിയുമ്പോൾ തന്നെ മുഖത്തിന് നല്ലൊരു ഫ്രഷ് ലുക്ക് വരാൻ തുടങ്ങും കേട്ടോ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ സ്ക്രബ് ചെയ്യണം. അപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒരു ഗ്രേറ്റ് ചെയ്ത ആ ക്യാരറ്റ് നീര് പിഴിഞ്ഞെടുത്ത ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് കുറച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര 1 ടീസ്പൂണോളം പഞ്ചസാര എടുക്കുക. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതും 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മിനിറ്റ് നമ്മളെ മുഖത്തിനും നന്നായിട്ട് സ്ക്രബിങ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഈ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ മുന്നേ മുഖം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതായത് നല്ല ചൂടുള്ള വെള്ളത്തിൽ തുണി മുക്കിയിട്ട് ഒന്ന് ഒപ്പിയെടുത്താൽ മതി. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ആവി കൊള്ളുമല്ലോ, ആവി കൊള്ളുന്ന പോലെ ഒന്ന് ആവി കൊണ്ടാലും മതി. അതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മളെ മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ മുന്നേ മുഖം ഒന്ന് ആവി പിടിക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നാൽ നല്ല ബെസ്റ്റ് റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഞാനിത് 2 മിനിറ്റ് ഒന്ന് സ്ക്രബും കൂടിയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് തുടച്ച് മാറ്റിക്കളയാം. ഇങ്ങനെ നന്നായിട്ട് തുടച്ച് മാറ്റുന്ന സമയത്ത് മൂക്കിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ താടീൻ്റെ ഭാഗത്തെല്ലാം നന്നായിട്ട് ഉരച്ചൊന്ന് പോക്കിയാൽ നമ്മളെ മുഖത്തുള്ള ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് എല്ലാം പോകാൻ വേണ്ടി സഹായിക്കും. പക്ഷെ അതങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള ആ ഒരു സ്റ്റീമിങ് ചെയ്യണം. അപ്പോൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് പൊള്ളുമൊന്നും ചെയ്യാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാക്ക് തയ്യാറാക്കലാണ്. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുൾത്താണി മിട്ടിയാണ്. മുൾത്താണി മിട്ടിക്ക് പകരം നിങ്ങൾക്ക്
കടലപ്പൊടി വേണമെങ്കിലും എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ക്യാരറ്റ് ജ്യൂസും അതുപോലെ തന്നെ പാലും കൂടി ഇട്ടിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ കടലപ്പൊടി അല്ലെങ്കിൽ മുൾത്താണി മിട്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രണ്ടിനും നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല പേസ്റ്റ് പോലെ മിക്സ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്കത് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ കട്ട കെട്ടാണ്ട് നല്ല പേസ്റ്റ് പോലെ എടുത്തത് നമുക്ക് നല്ല കട്ടിയിൽ തന്നെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല കട്ടിയിൽ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതുപോലെ നമ്മളിതും നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ താടീൻ്റെ ഭാഗത്തുനിന്ന് മേലോട്ടേക്ക് സർക്കുലർ മോഷനിൽ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. ആ പിടിപ്പിക്കുന്ന സമയത്ത് നെറ്റി, അതേപോലെ മൂക്കിൻ്റെ സൈഡ്, താടീൻ്റെ ഭാഗം, ഈ ഭാഗത്തെല്ലാം നന്നായിട്ട് തന്നെ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായി മസാജ് കൊടുത്താൽ അത്ര റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇത് നന്നായി അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഡ്രൈ ആയതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ ഇതൊന്ന് കഴുകിക്കളയാം. ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞ് പിടിക്കുന്നത് പോലെ ഉണ്ടാവും. ആദ്യം വെള്ളം കൊണ്ട് മെല്ലെ ഒപ്പിയിട്ട് വേണം നമ്മളിത് റിമൂവ് ചെയ്തെടുക്കാൻ. റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ നല്ലൊരു മസാജ് നമ്മുടെ മുഖത്തേക്ക് കൊടുക്കണം. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ലൊരു തിളക്കവും നിറവും സോഫ്റ്റ്നെസ്സും എല്ലാം ആ ഒരു സമയത്ത് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു 4 സ്റ്റെപ്പോളം ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഗുണം ഇതിന് കിട്ടും. നമ്മൾ ക്ലെൻസിങ് ചെയ്തു, മസാജിങ്, സ്ക്രബിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റീമിങ്ങും കൂടി കൊടുക്കുകയാണെങ്കിൽ ഡബിൾ റിസൾട്ടായിരിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ആ കയ്യിൽ വന്ന ആ ഒരു മാറ്റം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്നൊരു പാർട്ടിയോ അല്ലെങ്കിൽ ഗസ്റ്റോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്താൽ നല്ലൊരു തിളക്കം മുഖത്ത് കിട്ടും. എൻ്റെ 2 കൈയും വെച്ചാലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേയും ഇപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ കൈ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡിഫറൻസ് ഫസ്റ്റ് യൂസ് തന്നെ വരുന്നുണ്ട് എന്നുള്ളത്. നിങ്ങളെല്ലാവരും ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ഫോളോ ചെയ്ത് ഇതേ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്